ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് തീ പിടിപ്പിച്ചു. അപ്പോഴേക്ക് അച്ചമ്മ ചോറിനുള്ള വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ചായ തിളപ്പിച്ച് അച്ഛന് കൊടുക്കാനുള്ളതാണ്. ചായ തിളപ്പിച്ചിട്ടൊരു പാത്രത്തിലൊക്കെ പാർന്ന് വെച്ചു കേട്ടോ. പിന്നെ അച്ഛൻ പോയതിന് ശേഷം അച്ഛൻ്റെ പായൊക്കെ മടക്കി വെക്കുകയാണ്. അച്ഛനിവിടെ ഹാളിലാണ് കിടക്കുക. അപ്പോൾ അച്ഛൻ്റെ പായ എടുത്തിട്ട് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ചോറ് വേവാനുള്ള സമയമായി. അത് വെന്ത് ഞാൻ ഊറ്റി തുടങ്ങി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അപ്പം ചുടുന്നുണ്ട്. ഇന്നലത്തെ മന്തി കുറച്ചുള്ളതുകൊണ്ട് അത് ചൂടാക്കിയിട്ട് എല്ലാവർക്കും മതി എന്ന് പറഞ്ഞപ്പോൾ അമ്പാടിക്ക് സ്നാക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നത്. ഇതൊന്നുമില്ല, ജസ്റ്റ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്ന് പറയും പോലെ അമ്പാടീനെ ജസ്റ്റ് പറ്റിക്കാത്രേ ഉള്ളൂ കേട്ടോ. ഗോതമ്പ് പൊടിയിൽ ശർക്കര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ ഞാൻ മന്തി ചൂടാക്കാൻ വേണ്ടിയിട്ട് ആവിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ട് കൊണ്ട് വെച്ചുവിട്ട് അടുപ്പത്ത്. പിന്നെ ഇന്ന് വെയിൽ കണ്ടപ്പോൾ രാവിലെ തന്നെ വെയിലുണ്ടായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ തുണികളൊക്കെ ഉണങ്ങാനുള്ളത് പുറത്തേക്ക് എടുത്തിടുകയാണ്. 7 മണി ആയിട്ടുള്ളൂ, പക്ഷേ അപ്പോഴേക്ക് തന്നെ വെയിൽ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണികളൊക്കെ വെയിലത്തിടുകയാണ്. എല്ലാവരതും കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവരതും കുറേ 2 നേരം 3 നേരത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അധികം തുണികൾ ഉണ്ടാവലുണ്ട്. ഇത് പകുതി പോലും ആയിട്ടില്ല. എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ അത്രയും തുണികൾ തോരയിട്ടു കേട്ടോ. പിന്നെ അമ്പാടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നാക്കുന്നുണ്ട്. അതേപോലെ തന്നെ മീൻ ഉണ്ട് കേട്ടോ വറക്കാൻ. ഒരു 4 മീൻ ഉണ്ട്. അനിയത്തിക്കും അനിയനും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്. എൻ്റെ റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ എന്നെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എൻ്റെ ഫേസ് എങ്ങനെയായാലും ഇങ്ങനെ വരുള്ളൂ. ഞാൻ കുറേ ശ്രമിക്കും, പക്ഷേ കഴിയൂല. ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഏട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാനത് പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിയർപ്പ് വരുമ്പോൾ മുഖത്തത്തെ വിയർപ്പ് നേരെ ഡ്രസ്സിൽ തുടയ്ക്കുന്ന സ്വഭാവം ഉണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. വേഗം കയ്യുമ്മണ് തുടയ്ക്കും. അപ്പോൾ അതാണല്ലോ സുഖം എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് തുടയ്ക്കും. ഞാൻ കുടത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളിപ്പോഴും വെള്ളം മുക്കിയിട്ടാണ് വെക്കാനൊക്കെ ഉള്ളത് എടുക്കുക കേട്ടോ. നമ്മൾ പൈപ്പിൽ നിന്ന് അങ്ങനെ എടുക്കാറില്ല, ഡയറക്റ്റ് നമ്മൾ എടുക്കൂല. അപ്പോൾ കുടത്തിൽ വെള്ളം മുക്കിയിട്ട് അങ്ങനെ എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അച്ചമ്മ അപ്പുറത്ത് അടിച്ചു വരുന്നുണ്ട്. ഒരുവിധം അടിച്ചു വാരലും അങ്ങനത്തെ പണികളൊക്കെ അച്ചമ്മയുണ്ട് ചെയ്യാൻ. മുറ്റടിച്ചു വരിക അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടി വരികയേ ചെയ്യില്ല. അമ്മ ഇല്ലെങ്കിലും അമ്മ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും ഞാനും ചേച്ചി അനിയത്തിയൊക്കെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ഫുൾ അച്ചമ്മ തന്നെ ചെയ്യും. ഏട്ടൻ പോണ വരെ ഉള്ളൂ കേട്ടോ വീഡിയോസൊക്കെ എടുക്കൽ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഫോണ് ഏട്ടൻ കൊണ്ടുപോകും. അപ്പം ഞാൻ അതുവരെ ഉള്ളത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ മുക്കിയിട്ട് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നെ എനിക്ക് തുടയ്ക്കണം, അടിച്ചു വാരണം ഒക്കെ. അമ്പാടി എണീറ്റിട്ടില്ല. അമ്പാടി എണീക്കുന്നതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോഫേൻ്റെ വിരിയൊക്കെ ഒന്ന് തട്ടി വിരിക്കുകയാണ് കേട്ടോ. ഒരു പൂച്ചക്കുട്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ അവളവിടെ ഉമ്മറത്ത് കൊണ്ടുവന്ന് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അതിലായിരിക്കും. അതിൽ തൂങ്ങിപ്പിടിച്ച് ആ ഒരു ബെഡ്ഷീറ്റിൽ തൂങ്ങിപ്പിടിച്ചാണ് കേട്ടോ നിൽക്കുക. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരി രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമല്ലോ, പിന്നെ വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. രാവിലെ തന്നെ എല്ലാ പണികളും ഒതുക്കും. 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കും. എനിക്ക് അതാണ് എളുപ്പം തോന്നുക. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളോട്ട് എടുക്കുള്ളൂ. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കേണ്ട. അതേപോലെ തന്നെ അടുക്കളയിൽ അടുപ്പത്തെ പണി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ അമ്മ തന്നെ ചെയ്യുക. അച്ഛമ്മയും അമ്മയും കൂടെ ചെയ്യുക. പിന്നെ എനിക്കുണ്ടാവുക അടിച്ചുവാരി തുടയ്ക്കുക, അലക്കുക, തോരട്ട് അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ അമ്മ ഉള്ള സമയത്ത്. പിന്നെ അമ്പാടിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യലില്ല. ഇപ്പം അമ്മ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് അമ്പാടിക്കുള്ള ലഞ്ചൊക്കെ സെറ്റ് ചെയ്യാണ്. അമ്പാടിക്ക് ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും. ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടും. പിന്നെ കിഴങ്ങ് ഫ്രൈ ചെയ്തതും അതേപോലെ തന്നെ ഞാൻ ഒരു അപ്പം ഉണ്ടാക്കിയില്ലേ, അതും കൂടിയാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അവന് കിഴങ്ങ് ഫ്രൈ ചെയ്തതും ഉപ്പേരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അതൊക്കെ കഴിക്കാൻ. അതേപോലെ തന്നെ ഞാൻ ആ അപ്പം കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഏകദേശം ഒരു 7:30
8 മണിയാകുമ്പോഴേക്കും നമ്മളെല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പിന്നെ അലക്കാനും കുളിക്കാനും ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ആക്കം പോലെ ഇങ്ങനെ ചെയ്ത് അമ്പാടിക്ക് ഫുഡും കൊടുക്കുകയാണ് കേട്ടോ. അമ്പാടി ഇന്ന് മന്തി മതി എന്ന് പറയുന്നത് മന്തിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ മന്തിയൊക്കെ കഴിച്ചിട്ട് അവൻ കുറേ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് അവൻ പോയി കേട്ടോ സ്കൂളിലേക്ക്. ബാഗൊക്കെ സെറ്റാക്കിയിട്ട് യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷം അവൻ പോയി. എന്നിട്ട് പിന്നെ ഞാനും അതേപോലെ കുളിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു കേട്ടോ കുറച്ച് നേരം.